കഷ്ടത മാറ്റിയെടുക്കാനുണ്ടല്ലോ ദൈവം. കഷ്ടതയുള്ളവരെ, കണ്ണീരുള്ളവരെ, നിങ്ങളുടെ കണ്ണീരൊപ്പിയെടുക്കാനുണ്ടല്ലോ ദൈവം. നിങ്ങളുടെ കഷ്ടത മാറ്റിയെടുക്കാനുണ്ടല്ലോ ദൈവം. ഈ ധരയിൽ പെരുകും വൻ പ്രതിസന്ധികളിൽ താങ്ങായി തണലായി കൂടെ വരും നല്ലവനാം ദൈവം. നൽതുണയായി കൂടെ വരും സ്നേഹിതനാം ദൈവം. നൽതുണയായി കൂടെ വരും സ്നേഹിതനാം ദൈവം. കഷ്ടതയുള്ളവരെ, കണ്ണീരുള്ളവരെ, നിങ്ങളുടെ കണ്ണീരൊപ്പിയെടുക്കാനുണ്ടല്ലോ ദൈവം. നിങ്ങളുടെ കഷ്ടത മാറ്റിയെടുക്കാൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദയപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഒത്തിരി വിശ്വാസമുണ്ട്, പ്രത്യാശയുണ്ട്, സ്നേഹമുണ്ട്. ഇന്ന് രാവിലെ സമയം ദൈവത്തിൻ്റെ വചനവുമായിട്ട് ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിൽ ഇരിക്കുവാൻ ദൈവം നമുക്കൊരു സാവകാശം ഇങ്ങനെ നൽകി തന്നിരിക്കുകയാണ്. ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലാ ദിവസവും മന്ന വർഷിപ്പിച്ച് ദൈവം തമ്പുരാൻ കൊടുക്കുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. പുതിയ മന്ന ഓരോ ദിവസം അവർക്ക് ലഭിച്ചിരുന്നു. അതുപോലെ ദൈവം നമുക്ക് ഓരോ ദിവസവും പുതിയ മന്ന എന്ന് പറയുന്ന ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ ദൂതുകൾ, അരുളപ്പാടുകൾ, ദൈവത്തിൻ്റെ നിയോഗങ്ങൾ ഒക്കെയും കർത്താവ് നമുക്ക് നൽകി തന്ന ഓരോ ദിവസവും ദൈവം അത്ഭുതകരമായ നിലയിൽ തൻ്റെ ജനത്തെ ഇങ്ങനെ വഴി നടത്തുകയാണ്. കർത്താവിൻ്റെ എല്ലാ നടത്തിപ്പുകൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. ഇങ്ങനെ ദൈവത്തിൻ്റെ ആലോചനകൾ കേൾക്കുവാനുള്ള ഒരു അവസരവും പറയാനുള്ള ഒരു അവസരം എളിയവനായി എനിക്കും അതേ നമുക്കെല്ലാവർക്കും കേൾക്കുവാനുള്ള ഒരു അവസരവും കർത്താവ് നമുക്ക് ദാനമായിട്ട് ഇങ്ങനെ നൽകി തരികയാണ്. ദൈവത്തിൻ്റെ ആലോചനയുടെ മുമ്പിൽ നമ്മുടെ മനസ്സുകളെ നമുക്ക് താഴ്ത്താം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു സംസാരിച്ചു എന്ന് പറയുന്ന ഒരു ഭാഗം ആദ്യം സംസാരിച്ചത്, അതേ കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ പ്രസംഗമായിട്ടും ഉപമയായിട്ടും ഉപദേശമായിട്ടും സംസാരിച്ച കാര്യങ്ങൾ വായി തുറന്ന് കർത്താവ് സംസാരിച്ച ലാവണ്യ വാക്കുകൾ സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് സുവിശേഷങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ, അതെ കർത്താവ് തിരുവായി മൊഴിഞ്ഞ് സംസാരിച്ച വചനങ്ങൾ ലാവണ്യ വാക്കുകളെന്ന് പറയാൻ സാധിക്കുന്നു. ലാവണ്യ വാക്കുകൾ തിരുവെഴുത്തിലുടനീളം നമ്മൾ കാണുമ്പോൾ ഇവിടെ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കർത്താവ് അത് ജനിച്ചതിന് ശേഷമായിട്ട് കർത്താവ് ആദ്യം സംസാരിച്ചു എന്ന തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗം ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 49-ാമത്തെ വാക്യം. ഒന്നുകൂടി ഞാൻ പറയാം. കർത്താവ് ജനിച്ച അവസരങ്ങൾ മുതൽ തന്നെ സംസാരിക്കാനുള്ള ആ പ്രായമാകുന്ന അവസരം മുതൽ തന്നെ കർത്താവ് തീർച്ചയായിട്ടും സംസാരിച്ചിട്ടുണ്ട്. മാതാപിതാക്കളോട് സംസാരിച്ചിട്ടുണ്ട്, സഹോദരങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ കർത്താവ് സംസാരിച്ചു എന്ന് തിരുവെഴുത്തിൽ ആദ്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗം ലൂക്കോസിൻ്റെ സുവിശേഷം 2:49. അതെന്താണ്? അത് 12-ാമത്തെ വയസ്സിൽ യെരൂശലേം ദേവാലയത്തിൽ കർത്താവിനെ കൂട്ടിക്കൊണ്ട് മാതാപിതാക്കൾ ഇങ്ങനെ പോകുക പതിവായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ലൂക്കോസ് സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നസറേത്തിലാണ് കർത്താവ് വളർന്നത്. അങ്ങനെ വളരുമ്പോൾ അത് ദേവാലയത്തിൽ, യെരൂശലേം ദേവാലയത്തിൽ അവിടെ നടക്കുന്ന ഉത്സവത്തിന് സംബന്ധിക്കുവാൻ അത് ഭക്തരായിട്ടുള്ള യഹൂദന്മാർ അങ്ങനെ പോകുന്നൊരു പതിവുണ്ടായിരുന്നു. അങ്ങനെ നസറേത്ത് എന്ന പട്ടണത്തിൽ നിന്ന് ചെറുപ്രായത്തിൽ തന്നെ യേശുവിനെ ഈ മാതാപിതാക്കൾ മറിയയും യോസഫും കൂടെ കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു പതിവുണ്ടായിരുന്നുവെന്ന് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. 2:49 വാക്യം 12-ാമത്തെ വയസ്സിൽ ക്രിസ്തു പറഞ്ഞ ഒരു കാര്യമാണ്. അത് ശ്രദ്ധിക്കേണ്ടതാണ്. എൻ്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടതല്ലയോ? എൻ്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടതല്ലയോ? മനുഷ്യൻ ആരാണ്, എന്താണ്, എങ്ങനെയായിരിക്കണം എന്നുള്ള ഒരു സന്ദേശം കർത്താവ് ഈ പറഞ്ഞ വചനത്തിലൂടെ തിരുവായി മൊഴിഞ്ഞ് സംസാരിച്ച വാക്കുകളിലൂടെ നമ്മൾ കാണുന്നുണ്ട്. പിതാവിനുള്ളതിൽ ഇരിക്കേണ്ടതാണ്. മനുഷ്യൻ ദൈവത്തിൽ ആണ് മനുഷ്യൻ ഇരിക്കേണ്ടത്. ദൈവത്തിൻ്റെ വകയാണ്.
ദൈവത്തിനുള്ളതിലാണ് ഇരിക്കേണ്ടത്. അത് മനുഷ്യൻ ദൈവത്തിൻ്റെ വകയാണ്. അങ്ങനെ വേണം, ദൈവത്തിൻ്റെ വകയാണ് മനുഷ്യൻ. പ്രപഞ്ചം മുഴുവനും ദൈവത്തിൻ്റെ വകയാണെങ്കിലും ദൈവത്തിന് പ്രത്യേകമായിട്ട് മനുഷ്യൻ ദൈവത്തിൻ്റെ വകയായിരിക്കുന്നു എന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നുണ്ട്. അത് 31 സങ്കീർത്തനം 5-ാമത്തെ വാക്യം ഈ സന്ദർഭത്തിൽ പറയാനുള്ള കാരണം എന്താണ്? അവിടെ നിൻ്റെ കയ്യിൽ ഞാൻ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നുവെന്ന് ഭക്തനായിട്ടുള്ള ഒരു യഹൂദൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന നമ്മൾ കാണുന്നുണ്ട്. അതെന്താണ് അതിൻ്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ, വേദശാസ്ത്രികൾ അഭിപ്രായപ്പെടുന്നത് ഭക്തരായിട്ടുള്ള യഹൂദന്മാരായിട്ടുള്ള ആളുകൾ കടക്കുന്ന സന്ദർഭത്തിൽ കടക്കാൻ അവർ പോകുമ്പോൾ, സന്ധ്യയിൽ അവർ കടക്കാൻ പോകുമ്പോൾ അവർ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമായിരുന്നെന്ന്. അതായത് നിൻ്റെ കയ്യിൽ ഞാൻ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. ഇതേ നിലയിൽ തന്നെ ഒട്ടനവധി വിശുദ്ധന്മാർ പറഞ്ഞ കാര്യം അത് തിരുവെഴുത്തിലുണ്ട്, അല്ലാതെ സഭാചരിത്രങ്ങളിലും ഒക്കെ കാണുന്നുണ്ട്. കർത്താവിൻ്റെ ദാസൻ ജോൺ ഹസ്സിനെ ഞാൻ ഈ അവസരത്തിൽ ഓർത്തു പോവുകയാണ്. 13-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഭക്തനായിട്ടുള്ള ഒരു ദൈവദാസനായിരുന്നു ജോൺ ഹസ് എന്ന് പറയുന്ന ദൈവദാസൻ. ഇപ്പോഴത്തെ ചെക്കോസ്ലോവിയ എന്ന് പറയുന്ന രാജ്യത്ത് അദ്ദേഹം ജോൺ ഹസ് ആയിരുന്നു. ഭക്തനായിട്ടുള്ളൊരു ദൈവദാസനായിരുന്നു. കർത്താവിന് വേണ്ടി വൻകാര്യങ്ങളെ ചെയ്യുന്ന ഒരാളാണ്. അവസാനം അദ്ദേഹം രക്തസാക്ഷി മരണമാണ് വരിച്ചതെന്ന് സഭാചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ജോൺ ഹസ് ഏറ്റവും അവസാനം അദ്ദേഹം പ്രാർത്ഥിച്ച പ്രാർത്ഥന രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം പ്രാർത്ഥിച്ച പ്രാർത്ഥന 11-ാം നൂറ്റാണ്ടിൽ ജോൺ ഹസ്, ഭക്തനായിരുന്ന ജോൺ ഹസ് പ്രാർത്ഥിക്കുകയാണ്. എന്താണ് പ്രാർത്ഥിച്ചത്? അദ്ദേഹം പ്രാർത്ഥിക്കുമ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെയും കാണുന്ന ആകത്തുക അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിച്ചതാണ് പറയുന്നത്. കർത്താവായ യേശുവേ, എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഞാൻ ഫലമേൽപ്പിക്കുന്നു, ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നുവെന്ന്. അത് അപ്പോസ്തലപ്രവൃത്തി പുസ്തകം 7-ാം അധ്യായം 59-ാമത്തെ വാക്യത്തിൽ സ്റ്റീഫൻ്റെ ഒരു പ്രാർത്ഥന നമ്മൾ കാണുന്നുണ്ട്. സ്റ്റീഫൻ്റെ അവസാനത്തെ പ്രാർത്ഥന, രക്തസാക്ഷി മരണം കൈവരിച്ച സ്തേഫാനോസ് ഇങ്ങനെ പ്രാർത്ഥിക്കുകയായിരുന്നു. അദ്ദേഹം എന്താണ് പ്രാർത്ഥിച്ചത്? അപ്പോസ്തലപ്രവൃത്തി 7-ന്റെ 59-ാമത്തെ വാക്യം, കർത്താവായ യേശുവേ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ. അവസാനം സ്റ്റീഫൻ പ്രാർത്ഥിക്കുക, കർത്താവായ യേശുവേ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്നാണ് സ്റ്റീഫൻ പ്രാർത്ഥിച്ചത്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മരണത്തിൻ്റെ സമയത്ത് കർത്താവ് ഏറ്റവും അവസാനം പറയുന്ന മൊഴികളിൽ ഒരു മൊഴി നമുക്ക് ഏവർക്കും അറിയാം. ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായം 46-ാമത്തെ വാക്യത്തിൽ നിന്ന്, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ദൈവകരങ്ങളിൽ നമ്മുടെ ദേഹം, ദേഹി, ആത്മാവിനെ സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്ന സമർപ്പണം. പൗലോസ് സമർപ്പണം എന്നുള്ള വാക്ക് കൊണ്ടുവന്ന റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ സമർപ്പണം എന്നുള്ള വാക്ക് കൊണ്ടുവരുന്നുണ്ട്. പൗലോസ് കൊലോസ്യർക്ക് ലേഖനം എഴുതുമ്പോഴും ആ വാക്ക് തന്നെ കൊണ്ടുവരുന്നുണ്ട്. പല സന്ദർഭങ്ങളിൽ ആ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ കരങ്ങളിൽ സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കുകയാണ് നമ്മൾ വേണ്ടത്. ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഓരോ ദിവസവും നേരം വെളുക്കുമ്പോഴും, ഓരോ ദിവസവും ഓരോ വചന ദൂതുകൾ കേൾക്കുമ്പോഴും കർത്താവിൻ്റെ കരങ്ങളിലോട്ടൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ നമ്മൾ തയ്യാറാകണം. ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകണം. അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന വിശുദ്ധന്മാർക്കായിട്ട് കർത്താവിന് മഹത്വം അർപ്പിക്കുന്നു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞതുപോലെ, ഞാൻ എൻ്റെ പിതാവിനുള്ളതിൽ ഇരിക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞതുപോലെ, സങ്കീർത്തനം 31-5 നിൻ്റെ കയ്യിൽ ഞാൻ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്ന് കേൾക്കുന്നത് പോലെ, അപ്പോസ്തലപ്രവൃത്തി പുസ്തകം 7-ാം അധ്യായം 59-ാമത്തെ വാക്യം, കർത്താവായ യേശു എൻ്റെ ആത്മാവിനെ തൃക്കൈ ഞാൻ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ കൊണ്ട് നമുക്ക് എല്ലാവർക്കും ഇടയായി തീരണം. നാം ദൈവത്തിന് വകയാണ്, ദൈവത്തിനുള്ളതാണ്. ഒരു ചിന്തകൻ പറഞ്ഞിരിക്കുന്നത്, ഗോഡ് ഷേപ്പ്ഡ് വായിക്കും ദൈവത്താൽ മാത്രം നിറയപ്പെടേണ്ട ഒരു ഭാഗം ഓരോ മനുഷ്യർക്കുണ്ടെന്നാണ്. എല്ലാ മനുഷ്യർക്കും ദൈവത്താൽ മാത്രം നിറയപ്പെടേണ്ട ഒരു ഭാഗം സകല മനുഷ്യർക്കും ഉണ്ട്. ആ ഭാഗം വിവിധമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട്
വിദ്യാഭ്യാസം കൊണ്ടോ ജ്ഞാനം കൊണ്ടോ കല കൊണ്ടോ സംസ്കാരം കൊണ്ടോ സാഹിത്യം കൊണ്ടോ ഇന്നുള്ള പല പല കാര്യങ്ങൾ കൊണ്ട് ആ ഭാഗം നിറയ്ക്കുവാൻ സാധിക്കുകയില്ല. അതേ ഗോഡ് ഷേപ്പ്ഡ് വാക്യം ദൈവത്താൽ മാത്രം നിറയപ്പെടേണ്ട ഒരു ഒരു ഭാഗം ഓരോ മനുഷ്യനിലും ഉണ്ടെന്നാണ് ഒരു ആത്മീയ ചിന്തകൻ പറഞ്ഞത്. അത് ആ ഭാഗം ദൈവത്തെ കൊണ്ട് നിറയ്ക്കുവാൻ, ദൈവത്തിൻ്റെ വചനങ്ങളെ കൊണ്ട് നിറയ്ക്കുവാൻ, ദൈവത്തിൻ്റെ സന്ദേശം കൊണ്ട് നിറയ്ക്കുവാൻ ദൈവം നമുക്ക് കൃപ തരുന്നതിനായിട്ട് ഞാൻ കർത്താവിന് മഹത്വം അർപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഇങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാം. ദേഹം ദേഹി ആത്മാവിനെ സമ്പൂർണ്ണമായിട്ട് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മൾ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്കും ദൈവത്തിൻ്റെ ഇന്ന് രാവിലെ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ആത്മാവിനെ, എൻ്റെ ദേഹത്തെ ദേഹി ആത്മാവിനെ, കർത്താവേ, എൻ്റെ ജീവിതത്തെ, ഇനിയുമുള്ള എൻ്റെ ജീവിതത്തെ അങ്ങയുടെ കരങ്ങളിൽ ഞാൻ പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു തരുന്നു എന്ന് പ്രാർത്ഥിക്കുന്ന ഭക്തന്മാർക്കായിട്ട് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദയപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഈ വചനചിന്തകളാൽ ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ആ സ്നേഹം കൂടെയില്ലേ? ആരുമലല്ലേ നീ, പൊന്നുമലല്ലേ നീ, ആദന്റെ പൈതലല്ലേ? ആനന്ദമേകാൻ, ആശ്വാസമേകാൻ ആ സ്നേഹം കൂടെയില്ലേ?